റൂമിലൊന്ന് കിടക്ക. ഞാൻ വരുന്നില്ല. എന്തിനാ ഇവിടെ ഒന്ന് കിടക്കുന്നേ? പറയുന്നത് കേക്കാതിരേ, ഇവിടെ കിടക്കണ്ട. ഞാൻ ഇവിടെ കിടന്നോളാം. എന്നെ ശല്യപ്പെടുത്താതൊന്ന് പോകാമോ പ്ലീസ്? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനതിന് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. റൂമിലേക്ക് വാ അതിരേ. ഞാൻ വരില്ല. ഹരിയേട്ടൻ പോയി കിടന്നോ. എന്തായാലും നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. ദയവ് ചെയ്തൊന്ന് പോ ഹരിയേട്ടാ. നമ്മളോടൊന്നും ആലോചിക്കാതെ അവൻ മാട്രിമോണിയൽ ഓഫീസിലേക്ക് കല്യാണ ആലോചനയ്ക്ക് പോയി എന്നറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും തകർന്നു പോയി. എൻ്റെ മകന് നമ്മളൊക്കെ ഭാരമായി പോയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വല്ലാണ്ട് സങ്കടപ്പെട്ടു. എന്നെ അച്ഛനായിട്ട് കാണാൻ വയ്യെങ്കിൽ ഒരു മനുഷ്യനായിട്ടെങ്കിലും കണ്ടുകൂടെ അവനെ? എൻ്റെ അനുജൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു അപേക്ഷയായിട്ട് നിൽക്കുകയാണ്. മറുത്തൊന്നും പറയല്ലേ രാജ. ഒരു പെണ്ണ് കാണൽ ചടങ്ങ് മുടങ്ങിയെന്ന് കരുതി ഇത്രയ്ക്ക് വിഷമിക്കാനുണ്ടോ? അത് തന്നെ ആലോചിച്ച് നടക്കുവാണെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞോ? പറ അമ്മേ. ദൈവമേ, കാശിനാഥ, ശേഖരന് ആപത്തൊന്നും. ആരാ അച്ഛമ്മ ഈ രാത്രിയില്? ഇത്ര അത്യാവശ്യക്കാരാരാ? ദുസ്വപ്നം കണ്ട് ഞെട്ടി കണ്ണു തുറന്നപ്പോ കേക്കുന്നതാ. അച്ഛമ്മയുടെ കൈയും കാലും തളർന്നിട്ട് വയ്യ. നമുക്ക് ആരാണെന്ന് ചെന്ന് നോക്കാം. നീ വാ. ശരി അച്ഛമ്മേ, അച്ഛമ്മയും കൂടി വാ.